നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1075th day. Today 24th sloka of Pratamaskandam 14th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം വൺ ഡേ വൺ ശ്ലോകം ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് 1075 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. വിലോക്യോദിഗ്നഹൃദ. ഓം തത്സത്. തം പാദയോർനിപതിത തമയ. ഓം ശ്രീകൃഷ്ണായ നമ. മറ്റേലേക്കുണ്ടെന്ന് കാണുന്നില്ല. തം പാദയോ നിപതിത യഥാപൂർവം മാധുരം അധോവദനമഭിന്ദൂൻ മുഞ്ചന്തം നയനാബ്ജയോ. ഓം തത്സത്. തം പാദയോർ നിപതിത യഥാപൂർവം മാധുരം അധോവദനമഭിന്ദൂൻ മുഞ്ചന്തം നയനാബ്ജയോ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തം പാദയോ അയഥാപൂർവം പതിത. തം പാദയോ നിപതിത അയഥാപൂർവം ആതുരം അധോവദനം അഭിന്ദൂൻ. അധോവദനം അഭിന്ദൂൻ മുഞ്ചന്തം നയന അബ്ജയോ. നയനാബ്ജയോ അതായത് പാദയോ പാദങ്ങളിൽ അയഥാപൂർവം മുമ്പത്തെ പോലെ അല്ലാതെ നിപതിതം ദണ്ഡ നമസ്കാരം ചെയ്തവനും അധോവദനം താഴ്ത്തിയ മുഖത്തോടു കൂടിയവനും ആതുരം ദുഃഖത്തോടു കൂടിയവനും കിതനും നയനാബ്ജയോ നയനങ്ങളാകുന്ന താമരതളം പോലത്തെയുള്ള നയനങ്ങളാകുന്ന നയനങ്ങളിൽ നിന്ന് കണ്ണുകളിൽ നിന്ന് അബിന്ദൂൻ കണങ്ങളെ കണ്ണുനീർ കണങ്ങളെ ജലകണങ്ങളെ മുഞ്ചന്ത ഒഴുക്കുന്നവനും. അതിനുശേഷം 2 ശ്ലോകങ്ങളിലായിട്ടാണ് അർത്ഥം പൂർണ്ണമാകുന്നത്. അതായത് തൻ്റെ ധർമ്മപുത്രൻ മഹാരാജാവ് തൻ്റെ പാദങ്ങളിൽ വീണവനും, അത് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത് കണ്ടു എന്നുള്ളത്. തൻ്റെ തം പാദയിതോ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണവനും മുൻപ് പോലെ അല്ലാതെ ദുഃഖിച്ചിരിക്കുന്നവനും മുഖം താഴ്ത്തിയവനും താമരതളം പോലെയുള്ള കണ്ണുകളിൽ നിന്ന് അശ്രുഗണ ജലത്തുള്ളികൾ വീഴ്ത്തുന്നവനും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ നിർത്തുകയാണ്. അതിൻ്റെ ബാക്കി ഈ ശ്ലോകത്തിൽ നിർത്തുകയാണ്. അതിൻ്റെ ബാക്കി അടുത്ത ശ്ലോകത്തിലാണ്. അതായത് തൻ്റെ എപ്പോഴും വരുന്ന അർജുനനല്ല ഇത്. അർജുനൻ്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മുഖം താഴ്ത്തിയിരിക്കുന്നു, എപ്പോഴും നമസ്കരിക്കുന്നത് പോലെ അല്ലാതെ അയഥാപൂർവം അതായത് വ്യത്യാസമായിട്ട് മുമ്പത്തെ പോലത്തെ അല്ലാതെ തൻ്റെ കാൽക്കൽ നമസ്കരിച്ചിട്ട് മുഖം താഴ്ത്തി നിൽക്കുന്ന അർജുനനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഭാഗം അടുത്ത ശ്ലോകത്തിൽ പാരായണം ചെയ്തിട്ടാണ് സമർപ്പിക്കുന്നത്. 2 ശ്ലോകത്തിനും ചേർന്നാണ് അർത്ഥം വരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തം പാദയോ നിപതിതം അയഥാപൂർവമാധുരം അധോവദനമഭിന്ദൂൻ മുഞ്ചന്തം നയനാബ്ജയോ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. ഓം തത്സത്.
സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്. കാണുന്നില്ല ലൈറ്റ് ഇല്ലാണ്ട് വെക്കുമ്പോൾ.